ജമ്മു-കശ്മീർ നിയമസഭയിൽ കോൺഗ്രസ് ബി.ജെ.പി അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. ഖമനേയിയുടെ വധത്തിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് നാഷണൽ കോൺഫറൻസ് അംഗങ്ങളെത്തി. പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിനെ ചൊല്ലിയാണ് ബഹളമുണ്ടായത്. കോൺഗ്രസ് കയ്യിൽ ഉണ്ടായിരുന്ന പോസ്റ്റർ ബി.ജെ.പി അംഗം വലിച്ചുകീറി. ജമ്മു-കശ്മീർ നിയമസഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പി ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, എന്താണ് സംഭവിച്ചത്? നിലവിലിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോ? ഇറാനിയൻ പരമോന്നത നേതാവ് ഖമനയുടെ വധത്തിൽ പ്രതിഷേധിച്ച് അപലപിച്ചുകൊണ്ട് നാഷണൽ കോൺഫറൻസ് അംഗങ്ങൾ ഇന്ന് ആരംഭിച്ച പ്രതിഷേധമാണ് പിന്നീട് കോൺഗ്രസ് ബി.ജെ.പി അംഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് കയ്യാങ്കളിയിലേക്ക് നയിച്ചത്. ഖമനയുടെ പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചാണ് നാഷണൽ കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ പ്രതിഷേധം ആരംഭിച്ചത്. ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും കോൺഗ്രസ് അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചതോടെ ബി.ജെ.പി അംഗം പ്രതിഷേധവുമായി എത്തുകയും ഒരു കോൺഗ്രസ് അംഗത്തിന്റെ കയ്യിലിരുന്ന ഖമനയുടെ പോസ്റ്റർ വലിച്ചു കീറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇതിപ്പോൾ തൽക്കാലം സഭ അരമണിക്കൂർ നേരത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. സഭ വീണ്ടും ചേരും. അതിനിടയിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സഭയിൽ വലിയ ബഹളം അരങ്ങേറിയിരുന്നു. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. ഖമനയുടെ വധവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയിട്ടുള്ള പ്രതിഷേധമല്ല, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ സഭയിലേക്ക് കൊണ്ടുവന്നതിൽ ആണ് പ്രതിഷേധമുണ്ടായത്. നാഷണൽ കോൺഫറൻസ് അംഗങ്ങൾ കറുത്ത ബാഡ്ജ് ധരിച്ചായിരുന്നു നിയമസഭയിലേക്ക് എത്തിയത്. പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. പിന്നീടാണ് ഈ ബി.ജെ.പി പ്രവർത്തകരും ബി.ജെ.പി അംഗങ്ങളുമായിട്ടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ആ തരത്തിലുള്ള നാടകീയ സംഭവങ്ങളൊക്കെ സഭയിൽ ഉണ്ടായത്.